മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നിങ്ങൾ ഇതേ പറയുന്ന എനിക്കറിയാം. ഒരു കണക്കിന് നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത് നന്നായി. ഈ മണ്ടത്തരങ്ങളൊക്കെ നേരിട്ട് ഇവിടെ വിളമ്പില്ലായിരുന്നോ? ദയേ, ആ, ഞാൻ വന്നോളാം. ഇനി ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, വെച്ചോ. എന്താ ദേ, തറവാടിന്റെ ഷെയർ കിട്ടില്ലെന്നറിഞ്ഞപ്പോ ശബരി എന്താ പറയുന്ന? ശബരേട്ടൻ എന്തു പറയാന്? ആരെങ്കിലും അറിഞ്ഞു കൊടുത്താ വാങ്ങിക്കാന്നല്ലാതെ ഒന്നും ഇതുവരെ ചോദിച്ചു വാങ്ങിയ ശീലമില്ലല്ലോ. അന്ന് ഞാൻ വായിട്ടലച്ചോണ്ട് 20 ലക്ഷം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് മിച്ചം. നമുക്കിപ്പോ അത് മതിയെന്നാ ശബരേട്ടൻ പറയുന്നേ. അവൻ പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് ആ 20 ലക്ഷമെങ്കിലും കിട്ടിയല്ലോ. ഒന്നും കിട്ടാത്ത ഞങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അതെ, നിനക്ക് 20 ലക്ഷം, രഘുവേട്ടന്റെ കടം വീട്ടാൻ 25 ലക്ഷം, അനുചേച്ചിക്ക് വീട് വാങ്ങി കൊടുക്കാൻ 50 ലക്ഷം. തറവാട്ടിൽ നിന്ന് അച്ഛന് ക്യാഷ് ആയിട്ട് കിട്ടിയതെല്ലാം അങ്ങനെ തീർന്നു. ഇനി ആ സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല ദയേ. അല്ലെങ്കിലും അച്ഛനത് അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കല്ലേ. എന്ന് വെച്ച് പാരമ്പര്യമായി കിട്ടിയ ആഭരണത്തിന്റെ കാര്യത്തില് ഞാൻ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നമ്മളെ കേസ് നടത്തി തറവാടിന്റെ ഷെയർ വാങ്ങിയിരിക്കും. അതിന് നമ്മൾ ഒരുമിച്ച് നിന്നാ മാത്രം മതി. നമ്മൾ മാത്രം പോരതേ, അച്ഛനും രഘുവേട്ടനും ഒപ്പം ഉണ്ടാവണം. എങ്കിലേ കല്യാശ്ശേരി തറവാടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂ. അതുകൊണ്ട് ആരെയും തൽക്കാലം പിണക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. മോൾക്കേ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആന്റി. അയ്യോ, ഇതിൽ തിളപ്പിച്ച പാലുണ്ടായിരുന്നല്ലോ. അയ്യോ, ഉണ്ടായിരുന്ന പാലെടുത്ത് എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുത്തല്ലോ അമ്പിളി. ഞാൻ വേഗം പോയി 2 കവറ് പാല് വാങ്ങിച്ചിട്ടോ. വേണ്ട ആന്റി, ഞാനേ അവൾക്ക് റാഗി കാച്ചി കൊടുത്തോളാം. വീണ്ടും പോയി അച്ഛന്റെ പറ്റില് പാല് വാങ്ങിയാലേ ഈ വന്നവരും പോയവരും ചായ കുടിച്ചതിനൊന്നും കണക്കുണ്ടാവില്ല. എല്ലാം നമ്മൾ ചെലവാക്കിയതായേ വരൂ. മതി അമ്പിളി, ഇനി ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അച്ഛനെ ഓർത്തെങ്കിലും നിങ്ങൾ മക്കള് വഴക്കുണ്ടാക്കരുതെന്നാ എന്റെ എളിയ അഭിപ്രായം. വഴക്കിടാനാണെങ്കിലേ മോക്ക് കൊടുക്കാൻ പാലില്ലെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാ പോരെ ആന്റി? അത് ഞാൻ ചെയ്തില്ലല്ലോ. നീ ഒരു വഴക്കാളിയാണെന്നല്ല അമ്പിളി ഞാൻ പറഞ്ഞത്. നിന്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ കാത്തിരിക്കുക നിന്റെ അനിയത്തിമാര്. അത് ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ, അപ്പോ ആന്റിക്കും അവരുടെ തനിക്കോണം മനസ്സിലായല്ലോ. അത് മതി. ഞാൻ എടുത്തു നടന്ന പിള്ളേരാ ഇപ്പൊ എന്നെയും രഘുവേട്ടനെയും ഒറ്റപ്പെടുത്താൻ നോക്കുക. എന്റെ കാര്യം പോട്ടെ, ഞാൻ അവരുടെ കൂടെ പിറന്ന ചേച്ചിയാണെന്നെങ്കിലും വിചാരിക്കാം. രഘുവേട്ടൻ അവർക്ക് വേണ്ടിയേ എന്തോരം കഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു നന്ദിയെങ്കിലും വേണ്ടേ? എങ്ങനെയെങ്കിലും ആ മനുഷ്യനൊന്ന് കരപിടിക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ കുത്തിപ്പൊക്കി തറവാട്ടിലേക്ക് കൊണ്ടുപോയത്. ഇവരുടെ കാർത്തി പോലെ തന്നെ അതെ ഗോപിയായി. ആ, പിന്നെ അച്ഛൻ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ തന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാകും എല്ലാരും കൂടെ ഇങ്ങ് പറഞ്ഞിങ്ങോട്ട് വന്നത്. ഇനി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്റെ വഴിക്ക് ഇറങ്ങിപ്പോവും. എന്നെ ഇടയ്ക്ക് നിർത്തി നിങ്ങൾ ചേച്ചി അനിയത്തിമാരും കൂടെ വഴക്കുണ്ടാക്കുന്നത് കാണാൻ വയ്യ. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല സരോജിനി ആന്റി. എന്റെ വിഷമം ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൽ വേറെ ആർക്കും കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ആന്റിക്ക് അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അമ്പിളി. നിനക്ക് എന്നോട് എന്തും പറയാം. ദേ, എല്ലാരും പോകാൻ ഇറങ്ങുമെന്ന് തോന്നുന്നു. അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. സത്യേട്ടൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? നോക്കട്ടെ, 2 ട്രിപ്പിന്റെ പേയ്മെന്റ് കിട്ടാനുണ്ട്. അവിടേക്ക് പോവാ. ലേറ്റ് ആയി പിന്നെ ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല. അല്ല, നീ എന്താ ചോദിച്ചേ? ഒന്നുമില്ല. അച്ഛനും അമ്മയും ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അവിടെ എത്തിക്കാണും. ആ,
അവരമ്മയെ കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അമ്മ ഇപ്പൊ വാർഡിലേക്ക് മാറ്റി കാണും. പിന്നെ സോന ഉണ്ടല്ലോ അവിടെ. നമുക്ക് വേണമെങ്കിൽ നാളെ പോയിട്ട് അമ്മയെ കാണാം. ശരി. പോട്ടെ. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോവാതെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. തിരിച്ചു പോകുന്ന വഴി നിന്നെ കാണാമെന്നതായിരിക്കും. അല്ല, സത്യനെ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയാണോ? അതെ അങ്കിളെ. അങ്കിൾ വണ്ടി കയറിയിരിക്കും. ഹാ, വാ. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയില്ലേ? അവിടെ പോയി കുറെ നേരം ഇരുന്നിട്ടാ വരുന്നത്. സോന അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയെ കണ്ടില്ലേ? എവിടെ? സുശീലേച്ചി ഇന്നും വാർഡിലേക്ക് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, ചിലപ്പോ രാത്രിയിൽ മാറ്റിയേക്കും. ആൻജിയോഗ്രാമിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, മോൾക്കെന്തോ ഒരു ക്ഷീണം പോലെ. ഏയ്, ഒന്നുമില്ലമ്മ. ഉണ്ട്. നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? ആകെ അങ്ങ് വിളറിക്കിടക്കുക. ഇവൾ ആഹാരം ഒന്നും കഴിക്കാറില്ലേ സത്യ? പ്രതിഭയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഞാനല്ലല്ലോ ആന്റി. അവൾ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടാവും. എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കണം സത്യ. വീട്ടിലിപ്പോ വേറെ ആരും ഇല്ലാത്തതല്ലേ? ഇവിടുത്തെ ജോലിയും സോനയുടെ കുഞ്ഞിനെ നോക്കലും ഒക്കെ ആകുമ്പോ ഇവക്ക് വല്ലതും കഴിക്കാൻ പോലും നേരം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ പ്രതിഭേ? ഏ, ഇവിടുത്തെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ സത്യേട്ടാ? ഈ അമ്മ ഓരോന്ന് ഊഹിച്ച് പറയുന്നതല്ലേ. ഇവിടെ എനിക്ക് മല മറിക്കുന്ന ജോലിയൊന്നും ഇല്ലമ്മ. അമ്മമാരങ്ങനെയാ മോളെ. സ്വന്തം മകളുടെ മുഖത്തൊരു വാട്ടം കണ്ട അവരുടെ മനസ്സ് നോവും. മോൾ എന്തായാലും ആരോഗ്യം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ, കേട്ടോ സത്യ, സ്വന്തം കാര്യത്തില് ഒരു ശ്രദ്ധയില്ലാത്തവളാ പ്രതിഭ. ഇവിടെയാണെങ്കി നീ അല്ലാതെ അവളെ ആര് ശ്രദ്ധിക്കാനാ? സത്യൻ അവന്റെ ജോലിക്ക് പോവണ്ടേ? ആ, നമുക്കെന്തായാലും കുറച്ചു ദിവസം മോളുടെ സഹായത്തിന് ഇവിടെ നിൽക്കാം. സുശീലേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും കുറച്ചു ദിവസം നല്ല റെസ്റ്റ് വേണ്ടേ? ആ, അപ്പോഴും മോൾക്ക് തന്നെയല്ലേ കഷ്ടപ്പാട്. ആ, നമ്മുടെ വീട് കുറച്ചു ദിവസം അടച്ചിട്ടാലും വേണ്ടില്ല. നമ്മളിവിടെ നിന്നാ പ്രതിഭയ്ക്ക് ഒരു സഹായം ആവുമല്ലോ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ പ്രഭാവതി? നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. കുറച്ചു ദിവസം നമ്മളിവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് സത്യം പറയട്ടെ. എന്റെ അങ്കിളെ, നിങ്ങളിവിടെ എത്ര ദിവസം താമസിക്കുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിങ്ങളുടെ മകൾ ഇവിടെ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഭയെ കുറച്ചു ദിവസം അങ്ങോട്ട് കൊണ്ടുപോയാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ആ, അതെങ്ങനെയാ സത്യ? സോനയുടെ കുഞ്ഞ് ഇവിടെ അല്ലേ ഉള്ളത്? ആ മോളെ നോക്കാൻ പ്രതിഭ ഇവിടെ വേണ്ടേ? അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. എനിക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞോ? ശ്യാമ മോളെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് സോനയെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത് ഞാനാ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കേണ്ടി വരില്ലേ? സുശീലാമ്മയ്ക്കാണെങ്കിൽ നിന്നെ കണ്ണിന് മുമ്പിൽ കാണുന്നത് ഇഷ്ടമല്ല. മോനെ സത്യ, ഒരു കുടുംബമാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയാ സുശീല തിരിച്ചു വരുന്നത് വരെയെങ്കിലും മോൾക്കൊരു സഹായമായി ഞങ്ങൾ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചത്. ആയിക്കോട്ടെ അങ്കിളെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാ അതുപോലെ ചെയ്തോ. ഞാൻ ഇതിനൊന്നിനും എതിരല്ല. നിങ്ങളുടെ മകളുടെ നല്ലതിന് വേണ്ടിയേ നിങ്ങൾ എന്തും ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. ആ പ്രതിഭേ, അച്ഛനമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോയിട്ട് വരാം. അകത്ത് കയറി ഇരിക്കാങ്ങളെ. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്. നീ പൊയ്ക്കോ മോനെ. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ശരി, പോയിട്ട് വരാം. ശരി ആന്റി, പോട്ടെ. അതെ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നണ്ട. ഒന്നും കാണാതെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് കേറി വരില്ലെന്ന് നിനക്കറിയാലോ. ഇവിടെ എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ലമ്മ. സത്യേട്ടന്റെ അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് എനിക്ക് കൂടുതൽ സമാധാനോ. ആ സമാധാനം ഉടനെ തന്നെ നഷ്ടപ്പെടും മോളെ.
നിന്റെ സ്വർണവളം മോഷ്ടിച്ചിട്ട് നിന്നെയും എന്നെയും കള്ളരാക്കാൻ നോക്കിയവളല്ലേ സുശീല.